റേഡിയോ മലയാളം കഥോത്സവം ഐമനം ജോണിന്റെ കഥ നാളത്തെ പൊന്മാൻ. വായിക്കുന്നത് ശ്രീനിവാസൻ. ആച്ചിറമ്പ് എന്ന് പേരായ ഞങ്ങളുടെ നാടിന് പൊന്മാനുകളുടെ നാട് എന്നൊരു ഖ്യാതിയുണ്ട്. കണക്കധ്യാപികയായ എൻ്റെ ഭാര്യ ലീലയുടെ കണക്കനുസരിച്ച് ശരാശരി 6 മരങ്ങൾക്ക് ഒരു പൊന്മാൻ എന്ന അനുപാതത്തിൽ പൊന്മാനുകൾ ആറ്റുതീരം മരച്ചില്ലകളിൽ പകലന്തിയോളം ആറ്റിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഒരു നാടാണ് ഇത്. വർഷകാലങ്ങളിൽ പുഴ കലങ്ങി മറിഞ്ഞു കുത്തിയൊഴുകുന്ന നാളുകളിൽ പൊന്മാനുകളുടെ ഒരു ആഹ്ലാദം കാണണം. പുഴവെള്ളത്തിന്റെ ചുളിഞ്ഞ പ്രതലത്തിൽ ചാടിമറിയുന്ന മീനുകളുടെ വെള്ളിത്തിളക്കങ്ങൾ ഏറി വരുമ്പോൾ അവറ്റകൾ ശരവേഗത്തിൽ ആറിന് അക്കരെ ഇക്കരെ പറന്നു നടന്ന് ഉറക്കെ ചിലച്ച് കൂട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടും. എന്നിട്ട് ഓരോരുത്തരായി വേടന്റെ വില്ലിൽ നിന്നും എയ്തുവിട്ട അമ്പിന്റെ വേഗത്തിൽ പുഴവെള്ളത്തിലേക്ക് ആഞ്ഞു കുതിച്ചു ചെന്ന് ഓരോരോ മീനുകളെ കൊത്തിയെടുത്ത് അതിലേറെ വേഗത്തിൽ മരച്ചില്ലകളിലേക്ക് തിരികെ പായുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തൊരു കൃത്യത, എന്തൊരു ചാതുര്യം! ഇപ്പോൾ പക്ഷേ വേനൽക്കാലമാണ്. പുഴ ഒഴുക്കെല്ലാം നിലച്ച് ഒരു അഴുക്കുചാൽ പോലെ കിടക്കുന്നു. മരക്കൊമ്പുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്ന പൊന്മാനുകളെല്ലാം ദുഃഖിതരാണ്, മൂകരും. മീനിളക്കങ്ങൾ നോക്കി നോക്കിയിരുന്ന് കണ്ണുകഴച്ച് ഉറക്കം തൂങ്ങിയിട്ടെന്ന പോലെ കുനിഞ്ഞുകൂടിയിരിക്കുന്ന അവയ്ക്ക് വല്ലപ്പോഴുമാണ് ഒരു മീനിന് വാക്കിന് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കെയാണ് നഗരപ്രാന്തങ്ങളിൽ കഴിഞ്ഞിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്ന പരദേശികളായ ആ മീൻപിടുത്തക്കാരുടെ സംഘം ഇന്നലെ കാലത്ത് ഞങ്ങളുടെ പുഴയിലേക്കും ആക്രമിച്ച് കയറിയത്. മലർത്തിയിട്ട ഓലക്കുടയുടെ ആകൃതിയിലുള്ള വള്ളങ്ങളിൽ പുലർച്ചയ്ക്ക് തന്നെ അവർ പുഴയിൽ നിരന്നു കഴിഞ്ഞിരുന്നു. ഏറെയും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ അഗതികളെപ്പോലെ കാണപ്പെട്ട ഒരു വലിയ സംഘമായിരുന്നു അവരുടേത്. എന്ത് മന്ത്രമോ മറിമായമോ എന്നറിഞ്ഞില്ല. അവർ പുഴയിലേക്ക് എറിഞ്ഞ വലകളിലെല്ലാം നിറയെ മീനുകൾ. നാണയങ്ങൾ വാരി വാരി കൂട്ടും പോലെ അവർ വലകളിൽ നിന്ന് വള്ളങ്ങളിലേക്ക് മീനുകളെ വാരി വാരി എറിഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് നിമിഷനേരം കൊണ്ട് തൊട്ടടുത്തിടത്തേക്ക് വല എറിഞ്ഞു. പിന്നെയും നാണയത്തിളക്കം. നെടുനീള പച്ചകുത്തി നിറയെ കുപ്പിവളകളും ഇട്ട കൈകൾ വാരി വാരി എറിയുന്ന മീനുകൾ. അങ്ങനെ പുഴയിലെ ജലപ്പരപ്പ് മുഴുവൻ വലവീശി കഴിഞ്ഞ് കരയിൽ കാണികളായി നിന്നിരുന്ന ഞങ്ങൾ നാട്ടുകാരിൽ ഒരാളുടെ പോലും മുഖത്തേക്ക് ഒന്നും നോക്കാതെ അവർ വന്ന വഴിയെ പട്ടണത്തിന്റെ ദിശയിലേക്ക് തന്നെ വള്ളങ്ങൾ അതിവേഗം തുഴഞ്ഞുപോയി. അവർ പോയ പുറകെ ഞങ്ങളുടെ നാട്ടിലെ മീൻപിടുത്തക്കാരായ വാറുണ്ണിച്ചേട്ടനും ഗോപിയും പ്രകാശനും മറ്റും പതിവ് പോലെ വലവീശാൻ വന്നു. പരദേശികൾ വന്ന് മീൻ പിടിച്ചു കൊണ്ടുപോയ കാര്യം ഞങ്ങൾ അവരോട് പറഞ്ഞതും അവരെല്ലാം പെട്ടെന്ന് ക്ഷുഭിതരായി. കൊള്ളാം, അതുങ്ങൾ വന്ന് ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും വിടാതെ നോക്കി നിന്നു അല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്നാകെ ഭർസിച്ചിട്ട് കോപിഷ്ഠരായി ആറ്റിലേക്ക് വല വലിച്ചെറിഞ്ഞു. ഒരൊറ്റ മീൻ പോലും കിട്ടാതെ വലകൾ വെറും വയറോടെ മടങ്ങുന്ന കാഴ്ച ഞങ്ങളെ കാണിക്കുകയും ചെയ്തു. ഓ, നല്ല മര്യാദക്കാര്! ആരും കാണാനില്ലെങ്കിൽ യവന്മാരെ നഞ്ചു കലക്കി തന്നെയല്ലേ മീൻപിടുത്തം എന്ന് ആരോ പിറുപിറുത്തതല്ലാതെ ആരും അവരോട് സഹതപിക്കാനൊന്നും നിന്നില്ല. സന്ധ്യയായതും ആറ്റുതീരത്തെമ്പാടും പൊന്മാനുകൾ പതിവില്ലാത്ത ഉച്ചത്തിൽ ചിലയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഒരുതരം കലമ്പൽ കൂടുമ്പോഴുള്ള കരച്ചിൽ. ഭൂമികുലുക്കമുണ്ടായ കാലം മുതൽ കിളികളുടെ കൂട്ടക്കരച്ചിൽ കേട്ടാലുടൻ ആ അശുഭചിന്തയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് രൂപപ്പെടുക. എന്താ കിളികളെല്ലാം കൂടെ കരയുന്നല്ലോ, പിന്നെയും വല്ല ഭൂകമ്പമോ മറ്റോ ഉണ്ടാകാൻ പോവുകയാണോ എന്ന് ഞാൻ ലീലയോടായി ചോദിച്ചു. കണക്കു ടീച്ചർ അപ്പോഴും കൃത്യമായി തന്നെ കണക്ക് കൂട്ടി കഴിഞ്ഞിരുന്നു. ഓ, ആ ആന്ധ്രക്കാര് വന്ന് ആറ്റിലെ മീനെല്ലാം പിടിച്ചോണ്ട് പോയില്ലേ, അതുങ്ങൾ വിശന്നിട്ട് കരയുകയാ, അവൾ പറഞ്ഞു. നേര് തന്നെ എന്നെനിക്കും തോന്നി. പൊന്മാനുകളുടെ കരച്ചിലിൽ വിശപ്പിന്റെ വിവശത സ്പഷ്ടമായി തെളിഞ്ഞിരുന്നു. രാത്രി നീളെ അവറ്റകൾ കരയുക തന്നെയായിരുന്നു എന്നും തോന്നുന്നു. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. പുലർച്ചെ ഉണരുമ്പോൾ കുറെ കൂടി ക്ഷീണിതമായി കഴിഞ്ഞിരുന്നു ആ കരച്ചിലുകൾ. വഴിയിൽ പാൽക്കാരന്റെ സൈക്കിൾ ബെൽ ശബ്ദങ്ങൾ കേട്ടപ്പോൾ ഞാൻ കട്ടിൽ വിട്ട് എഴുന്നേറ്റ് പേഴ്സ് എടുത്തു നോക്കുമ്പോൾ ചില്ലറ നോട്ടുകളൊന്നുമില്ല, 100ഉം 500ഉം മാത്രം. ലീലയെ ഉണർത്തി അവളുടെ കയ്യിൽ ചില്ലറയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഓ, ആ 100 അങ്ങോട്ട് കൊടുക്ക്, ബാക്കി തരും എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നതേയുള്ളൂ. അതും ശരിയായിരുന്നു.
പാൽക്കാരൻ രാജപ്പൻ ഒരനിഷ്ടവും കാട്ടാതെ ബാക്കി 10 രൂപ നോട്ടുകൾ എണ്ണിത്തന്നു. പാൽ വാങ്ങി തിരികെ നടക്കുമ്പോഴും കടപ്ലാവിന്റെ കൊമ്പിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു ഒരു വലിയ പൊന്മാൻ. തലയുയർത്തി നോക്കിയപ്പോൾ അതിന്റെ മഞ്ഞ കണ്ണുകൾ എന്റെ ചെയ്തികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെയും തോന്നി. എന്തോ പറയും പോലെ അത് ചിറകൊന്ന് കുടഞ്ഞു കാട്ടുകയും ചെയ്തു. വിശക്കുന്നു എന്ന് തന്നെ ആയിരിക്കണം. പാൽക്കാരൻ പോയി കഴിഞ്ഞാൽ ഏറെ വൈകാതെ മീൻകാരൻ ബഷീറും വരും. അതായിരുന്നു ഞങ്ങളുടെ നാട്ടുവഴിയിലെ ഒരു ചിട്ട. അതുകൊണ്ടായിരുന്നു ഞാൻ ബാക്കി കിട്ടിയ നോട്ടുകൾ മുൻമുറിയുടെ ടീപ്പോയിലേക്ക് തന്നെ ഇട്ടതും അതേ തുടർന്ന് ഇനി പറയാൻ പോകുന്ന അത്ഭുത സംഭവം നടന്നതും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജപ്പൻ പോയി. ഏറെ വൈകാതെ ബഷീറിന്റെ ഒച്ച വഴിയിൽ കേൾക്കാൻ തുടങ്ങി. ആറ്റുമീൻ, ആറ്റുമീൻ എന്നുറക്കെ വിളിച്ചു കൂവിക്കൊണ്ടായിരുന്നു വരവ്. കേട്ടപാടെ അതിനകം ഉണർന്നെണീറ്റു കഴിഞ്ഞിരുന്ന ലീല അടുക്കളയിൽ നിന്ന് പറഞ്ഞു, ഓ, ഇന്നലെ ആന്ധ്രാക്കാരെ പിടിച്ചുകൊണ്ടുപോയ മീൻ തന്നെ ആയിരിക്കും. എന്തുമാവട്ടെ, പേര് ആറ്റിറമ്പെന്നാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ വല്ലപ്പോഴുമാണ് ആറ്റുമീൻ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത്. ഇവിടുന്ന് പിടിക്കുന്ന മീനെല്ലാം വലക്കാർ പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിൽക്കുന്നതാണ് പതിവ്. എനിക്കാണെങ്കിൽ പണ്ടേ ആറ്റുമീൻ വലിയ പ്രിയമാണ് താനും. അതുകൊണ്ട് മീൻ വാങ്ങിയിട്ട് തന്നെ കാര്യമെന്ന് തീരുമാനിച്ച് ഞാൻ ടീപ്പോയിലിട്ടിരുന്ന നോട്ടുകളെടുത്ത് വഴിയിലേക്ക് നടന്നു. അപ്പോഴും കേട്ടിരുന്നു കടപ്ലാവിൻ കൊമ്പിൽ നിന്ന് പൊന്മാന്റെ ചിറകടി. ലീല പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് തോന്നുന്നു. നല്ല സഹായ വിലയ്ക്ക് തന്നെ ആറ്റുമീൻ കിട്ടി. മീനിട്ട് തന്ന കാരി ബാഗ് ഇടത് കൈയിലും ബാക്കി വന്ന 10 രൂപ നോട്ടുകൾ വലത് കൈയിലും പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടുമുറ്റത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കടപ്ലാവിൻ കൊമ്പ് കുലുക്കിയിട്ട് പാഞ്ഞു പറന്നു വന്ന പൊന്മാൻ എന്റെ വലത് കൈയിൽ നിന്നൊരു 10 രൂപ നോട്ട് കൊത്തിയെടുത്തിട്ട് ബഷീറിന്റെ സൈക്കിളിന് പിന്നാലെ പറക്കാൻ തുടങ്ങി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം കഥോത്സവത്തിൽ കേൾക്കാം സുരേഷ് കുമാർ വി എഴുതി അവതരിപ്പിക്കുന്ന കഥ അമ്മ. ചടങ്ങിന്റെ അവസാന ഭാഗമായി. അമ്മായി മാത്രം കട്ടിലിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല. ഇന്നലെ ആയിരുന്നു. ഭക്ഷണം കഴിച്ച് കിടന്നതാണ്. പെട്ടെന്നങ്ങ് എഴുന്നേറ്റു. ഉടനെ തന്നെ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞു. പിടിയിൽ എത്തിക്കുകയും ചെയ്തു. കാറുണ്ടല്ലോ, ആളുമുണ്ട്. പാതി ദൂരം വരെ വർത്തമാനം പറഞ്ഞിരുന്നതാണ്. അനങ്ങല്ലേ, മിണ്ടല്ലേ എന്നൊക്കെ മുരളി പറഞ്ഞു. കേട്ടില്ല. ഇത്രയും ഒഴുക്കോടെ അമ്മാൻ വർത്താനം പറയുന്നത് ആദ്യമായി കേൾക്കുകയായിരുന്നു. കീഴടിത്താഴത്തുനിന്ന് പിന്നെയും കുറേ പോകണം 4 കോടി ചെറുപുഷ്പത്തിലെത്തുവാൻ. ഒന്നുമില്ലടാ മുരളി എന്ന് പിറുപിറുത്തുകൊണ്ടേയിരുന്നു. വെള്ളം കുടിച്ചു. ചിലപ്പോൾ നന്നായി വിയർത്തു. AC ഇടുവാൻ പറഞ്ഞു. പിന്നെ ഓഫാക്കുവാനും. ഓണം ഇങ്ങ് അടുത്തുവല്ലോ എന്ന് വെപ്രാളപ്പെട്ടു. ചീനഭരണികളൊക്കെ കഴുകി വെക്കണമെന്നായി ശാഠ്യം. കപ്പ എലി കൊണ്ടുപോകുന്നതിനെ കുറിച്ചായി പിന്നീട് വർത്തമാനം. എപ്പോഴോ ഉറങ്ങി. ഉറങ്ങട്ടെ എന്ന് മുരളിയും വിചാരിച്ചു. ചെറുപുഷ്പത്തിലെത്തി സ്ട്രെച്ചറിലേക്ക് എടുത്തപ്പോഴേക്കും തണുത്തു കഴിഞ്ഞിരുന്നു. മുരളിയുടെ മടിയിൽ കിടന്നായിരുന്നു. അനന്തരവൻ അത് ഭാഗ്യമായി കരുതുന്നു. മക്കൾ 2 പേരും പുറത്താണ്. അമ്മാന് പക്ഷേ മുരളിയായിരുന്നു ഇഷ്ടം. തട്ടുംപുറത്ത് കയറുവാനും വിറകുപുരയിലെ മൂർഖനെ പിടിക്കുവാനും പുതിയ കക്കൂസുകുഴി കുഴിക്കുവാനും. മുരളിയില്ലെങ്കിൽ പിന്നെ മൗനം. ഇറയത്തിരുന്ന് വെറുതെ മൂത്ത അടയ്ക്കയിൽ ചുണ്ണാമ്പ് തേച്ച് കടിച്ചു പൊട്ടിച്ചങ്ങനെ ഇരിക്കും. അമ്മാനോടൊപ്പമുള്ള പുറം പണിക്ക് ഒപ്പത്തിനൊപ്പം മുരളി നിൽക്കുമായിരുന്നു. പണിയും കഴിഞ്ഞ് ആളോടൊപ്പമുള്ള കഴിപ്പാണ് ഗംഭീരം. ചാറില്ലാത്ത അവിയൽ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത്, തേങ്ങാ ചമ്മന്തി. അമ്മാന്റെ ഊണ് കഴിക്കലൊരു കാഴ്ചയായിരുന്നു. മുരിങ്ങയ്ക്ക വലിച്ചൂറ്റി ഇലയുടെ വശത്തേക്ക് വെക്കും. കറിവേപ്പിലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അരപ്പ് വലിയ ഉത്സാഹത്തോടെ നക്കിയെടുക്കും. കണ്ടു നിൽക്കുന്നവർ വിശപ്പില്ലേലും അകത്തോട്ട് നോക്കി ഇച്ചയെ ഇച്ചിരി എനിക്കൂടെ വിളമ്പിക്കോളൂ എന്ന് പറഞ്ഞു പോകും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. അമ്മായിയോട് മാത്രം മിണ്ടത്തില്ലായിരുന്നു. അമ്മായിയുടെ അനുജൻ ഒരു വള കൊണ്ടുപോയി പണയം വെക്കാൻ. തിരിച്ചു തന്നില്ല. പിന്നെ നേർക്ക് നേർ നോക്കിയിട്ടുമില്ല. കഞ്ഞി വിളമ്പിയത് വിളിച്ചു പറഞ്ഞാൽ വന്ന് കഴിക്കും. കഞ്ഞി വിളമ്പി എന്ന് അമ്മായിയും പറയില്ല. പകരം മുരളി എന്നൊരു നീട്ടിവിളിയാണ്. അത്ര തന്നെ. എന്തിനും ഒരു പ്രശ്നപരിഹാരമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ, മുരളി. അച്ഛനെ ഓർമ്മയില്ല. അമ്മ മരിക്കുമ്പോൾ മുരളിക്ക് 2.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അമ്മയെയും ഓർമ്മയില്ല. ഇളയതും കരയോഗക്കാരുമൊക്കെ പോയി കഴിഞ്ഞു. മുരളി അവിടെ തന്നെ അങ്ങ് നിന്നു. മുരളിക്ക് ആരുമില്ലേ ഇനി. തൂമ്പായും മറ്റും പട്ടടയ്ക്കടുത്തേക്ക് കൊണ്ടുവച്ച് തിരിഞ്ഞപ്പോഴാണത്
ശ്രദ്ധിച്ചത്. ഇറയത്ത് ഉമ്മറക്കോണി ചാരി ആരോ ഇരിക്കുന്നുണ്ട്. തിടുക്കപ്പെട്ട് അങ്ങോട്ട് നടന്നു. ആരാ? അവർ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും അവരുടെ കൂടെ വന്നയാൾ മുരളിയുടെ കൈ പിടിച്ചു. അവർ കൂട്ടുകാരായിരുന്നു. ഇറയത്ത് നിലവിളക്കിലെ ഒറ്റത്തിരി ഇടറാതെ നിന്നു. ഭിത്തിയിൽ 1950 തൃക്കുടിത്താനം HS 10ാം ക്ലാസ് ബാച്ചിൻ്റെ ചിത്രം. മുരളി അവരുടെ പിന്നാലെ തിടുക്കപ്പെട്ട് നടന്നു ചെന്നു. അല്ല, പേര് പറഞ്ഞില്ല. തൃക്കുടിത്താനത്താണോ വീട്? കുഞ്ഞുലക്ഷ്മി എന്നാണോ പേര്? ഒന്നിനും മറുപടി കിട്ടിയില്ല. അവർക്ക് പടികളിറങ്ങുവാൻ ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ പ്രഭയോടെ വെയിൽ തെളിഞ്ഞു. ഒപ്പം മുല്ലപ്പൂക്കൾ പോലെ മഴയും. മഴയും വെയിലും ഒന്നിച്ചു വന്നാൽ കുറുക്കൻ്റെ കല്യാണമാണ്. കുട്ടിയായിരുന്നപ്പോൾ അമ്മാൻ പറഞ്ഞു തോർത്തു. ഒരു വടി കൊണ്ട് കത്തിത്തീരുന്ന വിറകുമുട്ടികൾ തട്ടിയും മാറ്റിയിട്ടും മുരളി ചിതയ്ക്ക് ചുറ്റും നടന്നു. അമ്മാൻ പണ്ട് പഠിപ്പിച്ചു തന്ന സന്ധ്യാനാമം അയാൾ ചൊല്ലിക്കൊണ്ടിരുന്നു. രാമപാദം ചേരണേ മുകുന്ദരാമ പാഹിമാം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം കഥോത്സവം. DP അഭിജിത്തിന്റെ കഥ അടൽ സൊള്ളി. അമ്പിളിയുടെ വീട്ടുമുറ്റത്ത് ഷാമിയാന പന്തൽ പൊങ്ങി വരുന്നത് കണ്ട് പാത്രം മെഴുകിക്കൊണ്ടിരുന്ന ഗിരിജ മൂടുപൊക്കി എത്തി നോക്കി. അരമതിലിനപ്പുറം കാണുന്ന നരവീണ തല പൊടിച്ചിത്തള്ളയുടേതാണെന്ന് ഉറപ്പുവരുത്തി ഒച്ച താഴ്ത്തി കാര്യം തിരക്കി. എന്തോന്നാ തള്ളെ ലൗക്കടവട പന്തല കേട്ടണത്? കൈവിടവിലൂടെ നീട്ടിത്തുപ്പിയ ചുവപ്പുറയ്ക്കാത്ത മുറുക്കാനൊപ്പം മറുപടി അതിൽ കടന്നിപ്പുറത്തെത്തി. കൊള്ളാം. എടിയപ്പം നീ ഒന്നും അറിഞ്ഞില്ലയോ? അവള് സിനിമാ നടിയാവാൻ പോവുക. നേരം കൊണ്ട് ഊഹിച്ചു കൂട്ടിയ സകലതിനെയും തള്ളി മാറ്റിക്കൊണ്ടുള്ള മറുപടി ഉള്ളിലുണ്ടാക്കിയ ഞെട്ടൽ പുറത്തെടുക്കാതെ ഗിരിജ ചിരിച്ചു തള്ളി. പിന്നെ സിനിമയിൽ അവള പോവാ വല്ല കേട്ടാ നടക്കണ തടയാൻ പറഞ്ഞല്ലേ? എടി ഓത്തോളെ ഉള്ളതാണ്. മൊബൈലിൽ നിന്ന് അവക്ക് സിനിമയെ കിട്ടിയത്. അതിനെ അറിയാൻ ഈ നാട്ടിൽ നീ മാത്രമേ ഉള്ളൂ. ഗിരിജയ്ക്ക് എപ്രാളം കൂടി. മൊബൈലിൽ നിന്ന് എങ്ങനെ കിട്ടി? ഒന്ന് തെളിച്ചു പറതല്ലേ. എല്ലാം അറിയാമെങ്കിലും ഒന്നും വിട്ടു പറയൂല. അറിയാതെ നമ്മുടെ വായിൽ നിന്ന് എന്തേലും വീണ അത് ചൂണ്ടാൻ നിൽക്കുക കരകമ്പിത്തള്ള. അവള് ആദ്യം ഇവരോടായിരിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. തള്ളയാകുമ്പോൾ ഫ്രീ ആയിട്ട് എല്ലായിടത്തും കൊണ്ട് കൊടുക്കുമല്ലോ. ഒരു 50 രൂപ മുറുക്കാൻ വാങ്ങാനെന്നും പറഞ്ഞ് കൈ വെച്ച് കൊടുത്താൽ പിന്നെ തീർന്നു. ഒച്ച പുറത്തു വരാതെ ഗിരിജ പല്ല് ഞെറുപ്പി. എടി അവളാ മൊബൈൽ കുന്തവും പൊക്കി പിടിച്ചോണ്ട് എന്തോന്നൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടൂലായിരുന്നു. എന്നതാ അത് ടിക്കറ്റ് ആക്കാം എന്തോ ഏതാണ്ട് കുന്തത്തിൽ അവൾ ഫേമസ് ആയി പോലും. അതുവഴി ഇപ്പോൾ സിനിമയിലും കയറി. അല്ലേലും അവൾ കഴിവുള്ളവള്. എൻ്റെ അത്തിപ്പാറ അമ്മച്ചിയെ. ഗിരിജയുടെ ഉള്ളു പൊളിച്ചൊരു നിലവിളി പുറത്തു ചാടി. പണ്ടാരം നിരോധിച്ചിട്ടും സൂര്യം തരൂലേ. അവൾ മാക്സിം അടിക്കുത്തിൽ ചെരുവി വെച്ചിരുന്ന ഫോൺ പിടുത്തം വിട്ടു. ലോക്ക് അടിച്ചു. സൂപ്പർ ലേഡീസ് വാട്സാപ്പ് കൂട്ടായ്മയിൽ തുരുതരാ നോട്ടിഫിക്കേഷനുകൾ വരുന്നു. ഗിരിജയുടെ കൃഷ്ണമണികൾ വമ്പലം പോലെ കറങ്ങി. അഭിനന്ദന സൂചകമായ അസംഖ്യം ഇമോജികൾക്ക് മേലെ കണ്ട അമ്പിളിയുടെ വീഡിയോ പ്ലേ ചെയ്തു. ഡിയർ ചങ്ക്സ്, നാളെ രാവിലെ തന്നെ എല്ലാവരും ഇങ്ങ് പോന്നേക്കണം. നല്ല മട്ടൻ ബിരിയാണി ഉൾപ്പെടെ മുട്ടം ഇരുന്ന എല്ലാവർക്കും വേണ്ടി ഒരുക്കാൻ പോണത്. എന്നെ വളർത്തിയ നിങ്ങളാണ്. ഇനിയും നിങ്ങളൊപ്പം ഉണ്ടാവണം. ബൈ ബൈ, ചെയ്യൂ. അപ്പോൾ നാളെ നേരിട്ട് കാണാം. നിങ്ങളുടെ സ്വന്തം ഉമ്മ. കമൻറ്റുകളുടെ പ്രവാഹം തന്നെ. ലവും പൂകുറ്റിയും ഉമ്മയും എല്ലാം സ്ക്രീനിലൂടെ മേലോട്ട് പറക്കുന്നു. പ്രകാശം കെട്ടുപൊഴിഞ്ഞു വീണ ഏലിപൊക്കി പോലെ ഗിരിജ നടകലിൽ കുത്തിയിരുന്ന് പിടച്ചു. പുല്ല് പറിക്കാനും ചാണകം കോരാനും മാത്രം അറിയാവുന്ന ഒരുത്തി അതുകൊണ്ട് ലോക പ്രശസ്താവാൻ പോണു. അങ്കാവുങ്ക അറിഞ്ഞൂടാത്ത മടല് പോലത്തൊരു ഫോണും കൊണ്ട് ചേച്ചി ഊച്ചിന്ന് വിളിച്ചോണ്ട് നടക്കുന്ന നോക്ക് സകലവാണ് ഗണിതാപ്പം പറഞ്ഞു കൊടുത്തു. പോരാത്തതിന് ടിക്ടോക്ക് ചെയ്യാൻ കൂടെ പഠിപ്പിച്ചു. അന്നത്തെ ഫാൻസിന്റെ കൂടെ ലൈക്ക് അടിക്കാൻ ഒരുത്തി കൂടെ ആവട്ടെ എന്നും വെച്ച് ചെയ്തതാ. ഇതാ ഇന്ന് പോവക്കട മുമ്പ് ഞാൻ വെറുവാശു. അല്ല വല്ല കാര്യം ഉണ്ടായിരുന്ന കുറ്റബോധം അവളുടെ തലക്കിട്ട് കൊട്ടി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. എന്നാലും എന്തോന്ന് വളർച്ചയായിരുന്നു അത്. അമ്പിളിയുടെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാതെയും പ്രൊഫൈൽ അൺഫോളോ ചെയ്തും അവളെ കാണുമ്പോൾ മുഖം തിരിച്ചു നടന്നും വേണ്ടുവോളം അപ്രീതി സമ്പാദിച്ചെങ്കിലും അയൽപക്കം എന്ന നിലയ്ക്ക് ഫംഗ്ഷൻ കരിഞ്ഞ് ബാക്കി വരുന്ന ബിരിയാണിയും ചാപ്പാടുമൊക്കെ കൊണ്ടുപോകാനായിട്ടെങ്കിലും അവിടെ നിന്ന് ആരെങ്കിലും വിളിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഒറ്റ നോട്ടത്തിന് വെളിപ്പെടുത്താനൊരുങ്ങി മുറ്റത്ത് തന്നെ അവൾ ഇരിപ്പുറച്ചു. 2. എൻ്റെ ചെറുകൻ സുമോദിനെ അമ്പിളിയുടെ അറിയില്ലേ? നല്ല തങ്കപ്പെട്ട സ്വഭാവമല്ലേ അവക്കടത്.
ഈ നശ്യത്തീട്ട കോളനി കിടന്നിട്ട് ആരെങ്കിലും ഇച്ചിപ്പോന്ന് അവൻ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? രണ്ടിനും അമ്പിളിയുടെ അമ്മ ഇല്ലെന്ന് തലയാട്ടി. എന്നിട്ട് വയസ്സ് 35 കഴിഞ്ഞിട്ടും അവൻ്റെ ഒരു ആലോചന വന്നു. ഈ കുണ്ടംകുടിയിലോട്ട് കൊള്ളാവുന്നൊരു നായരൂച്ചിനെ കിട്ടുമോ? നിങ്ങൾക്കും അറിയാമല്ലോ, അമ്പിളിക്കും നിങ്ങൾ നോക്കണമല്ലോ. സ്ത്രീധനമൊന്നും കൊടുക്കാനില്ലാതെ കല്യാണവും നടന്നില്ലേ പിന്നെ നിങ്ങൾ കൊച്ചിനെ എന്നാ ചെയ്യും? എത്ര നാളെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കുന്നേ. അവിടെ ആകുമ്പോൾ കൊച്ചിനെ കാണാമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് ഓടി വരെയും ചെയ്യാം. അതിനും അമ്പിളിയുടെ അമ്മ തലയാട്ടി. പിന്നെ പെയിൻ്റ് അടി അത്ര കുറഞ്ഞ പണിയൊന്നുമല്ല. അതിൽ നിന്ന് തന്നെ എൻ്റെ കൊച്ചിക്ക് നമ്മൾ ആ വാർത്ത വീടും അവൻ്റെ ബൈക്കും ഒക്കെ വാങ്ങിച്ചത്. അവളെ പൊന്നുപോലെ അവൻ നോക്കിക്കോളും. അമ്പിളിയുടെ അമ്മ എന്ത് പറയുന്നു? അതിപ്പോൾ കൊച്ചുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടണ്ടേ ചേച്ചി? അവരൊരുവിധം പറഞ്ഞൊപ്പിച്ചു. അത് മതി, അവക്കൂടെ സമ്മതമാണെങ്കിൽ മതി. അവനിപ്പോൾ ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ മതി എന്നായി. പ്രായം കുറേ ആയില്ലേ. ഒപ്പം ഒരു നെടുവീർപ്പ് കൂടി ഇവർ ഇറക്കി വിട്ടു. അധികം താമസിയാതെ നമുക്കിതങ്ങ് നടത്താം. എന്നാൽ പിന്നെ ഇറങ്ങട്ടെ. 5 കൊല്ലം മുമ്പ് വെയിൽ താഴ്ന്ന ഒരു ഉച്ച നേരത്ത് അമ്പിളിയുടെ വീട്ടിലിരുന്ന് പറഞ്ഞതൊക്കെയും സുമോദിന്റെ അമ്മ വെറുപ്പോടെ ചവച്ചു തുപ്പി. പെണ്ണ് കിട്ടാതെ ചെറുക്കം മൂത്തു നിറച്ച് നിന്നുപോയാലും വേണ്ടിയിരുന്നില്ല. ആരോടൊന്നില്ലാതെ അവർ പറഞ്ഞു. ചാവും മുമ്പ് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം പോയിട്ട് ഒരച്ച് കാരണം പുറത്തിറങ്ങാൻ പറ്റാതായല്ലോ എൻ്റെ ഭഗവതിയെ. പെറ്റിട്ടധികമായിട്ടില്ലാത്തൊരാട്ടിൻകുട്ടി എടുത്ത് മടിയിലിരുത്തി ആ ശേറ്റ അഭയാർത്ഥിയെ പോലെ അവർ വിലപിച്ചു. 3. സുമോദണ്ണ ചേച്ചി സിനിമയും കണ്ട് അഭിനയിക്കാൻ പോകണമെന്ന് കേട്ടല്ലോ. ഉള്ളത് തന്നെയാണ്? അല്ല ഏപ്പടമാണോ? നമ്മളൊക്കെ ഫോണിൽ കാണേണ്ടി വരുമോ? കഷണ്ടി തലയിൽ കല്ലെടുത്തിടും പോലെ കോഴി മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാതെ സുമോദ് വീട്ടിലേക്കുള്ള വഴി പിടിച്ചു. അണ്ണാ ഇപ്പം മിണ്ടായിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞാണ്, ഈ ടിക്ടോക്കിലെ കഴിഞ്ഞാടുന്നവരെല്ലാം പോക്ക് കേസുകളാണ്. ഇനിയിപ്പം നല്ല ആരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ അവരെയും കൂടെ പിഴകളാക്കാൻ വേണ്ടി കുറേ എണ്ണം അതിൽ പെറ്റ് കിടപ്പുണ്ട്. സത്യം. മനുഷ്യർ ഉച്ചകളി ചിരിച്ചിരിച്ചു. ആദ്യം സിനിമ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന നടക്കണത് മറ്റത് തന്നെയാണ്. വീഡിയോ വഴി ഉറങ്ങും. സംഗതി അങ്ങനെ വല്ലതും ആയാൽ പിന്നെ ആണാണെന്നും പറഞ്ഞ് ചോദിച്ചോണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ആണല്ലോടെ സ്നേഹം ഉള്ളതുകൊണ്ട് പറയണം. വിടാൻ ഭാവമില്ലാതെ മനുഷ്യക്കൊക്കെ പിന്നാലെ കൂടിയിട്ടുണ്ട്. മൃതപ്രായമായാൽ ചെറുജീവികൾക്ക് ആഹാരമായി സ്വയം മാറുന്ന ഒച്ചിൻ്റെ ക്ഷമയോടെ എല്ലാം വിധിയെന്ന് കരുതി സുമോദ് സമാധാനിച്ചു. മഞ്ഞ നിറത്തിലൊരു ഉഷ്ണക്കാറ്റ് അവനെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് തള്ളിയിട്ടു. 2 നിലയുള്ള ഒരു വീട്ടിന്റെ മേലോട് ചുമപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്പിളിയുടെ ആദ്യ വിളി വന്നത്. ആരാന്നാ പറഞ്ഞേ? ഞാനാ ചേട്ടാ. ചേട്ടൻ കെട്ടാൻ പോണ അമ്പിളി. പൊയ്രുവിലും കുളിരുന്ന പോലെ സുമോദിന് തോന്നി. അല്ല, ആരോട് ഫോണിന്ന് ഈ വിളിക്കുന്നേ? അമ്പിളിക്ക് ഫോണില്ലാന്നല്ലേ അന്ന് പറഞ്ഞേ? അണ്ണാ ഇത് അയൽക്കൂട്ടത്തിലെ ചേച്ചിയുടെ മൊബൈലാ. അണ്ണനിപ്പോൾ എവിടാണ്? ഞാൻ സൈറ്റിലാ, പണിയുണ്ട്. എന്താ വിളിച്ചേ? ഒച്ചമയപ്പെടുത്തി അവൻ ചോദിച്ചു. അണ്ണ കല്യാണം കഴിയുമ്പോൾ അണ്ണ എനിക്കൊരു ഫോൺ മേടിച്ചു തരുമോ? അതിനെന്താ വാങ്ങാലോ. പിന്നെ അണ്ണ എനിക്ക് ടച്ച് സ്ക്രീനുള്ള ഫോൺ മതി. ഒന്ന് മൂടുക മാത്രം ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരുന്ന നോക്കിയ ഫോൺ ചുവപ്പിൽ അമർത്തി സുമോദ് പോക്കറ്റിലിട്ടു. പണിക്ക് വരുന്ന കൊച്ചു പയ്യന്മാർക്ക് പോലും ടച്ച് ഫോണുണ്ട്. ആദ്യമായിട്ടൊരാവശ്യം പറഞ്ഞല്ലേ. സുമോദ് സമാധാനിച്ചു. ടച്ച് ഫോണൊന്ന് മേടിച്ചു കൊടുക്കണ്ടണ്ണ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. ഉച്ചയൂണ് കഴിക്കാനിരിക്കുമ്പോൾ കൂട്ടത്തിലെടുത്തും പറഞ്ഞു. ഒരു കൗമാരക്കാരി ക്യാമറയ്ക്ക് മുമ്പിൽ പോസ്റ്റ് ചെയ്ത് കുളിക്കുന്ന ഒരു ദൃശ്യമെടുത്ത് കാണിച്ച് മോനിഷം കാര്യത്തിൽ ഇടപെട്ടു. അണ്ണാ കണ്ടിത് കണ്ട? കഴിഞ്ഞ ആഴ്ച ഒരുത്തി അവളുടെ കാമുകനെ അയച്ചു കൊടുത്താണ്. അവൻ വലിപ്പിച്ച് കൈ കൊടുത്തു. ഇതിനിപ്പോൾ കാണാൻ ആരും ബാക്കിയില്ല. അത്രയ്ക്ക് വൈറലായി. ഇതിലിട്ട് കൊടുത്താൽ മതി. കൊള്ളാം. ആ നിമിഷത്തിനിടയ്ക്ക് എല്ലായിടത്തും പോകും. സുമോദ് അന്താളിച്ച് നിൽക്കെ മോനിഷ തുടർന്നു. അത് മാത്രമല്ല അണ്ണ, ഇതൊക്കെ 10-20,000 രൂപ പൊടിയണ കേസാണ്. കുളിരിൽ പതിയെ ചൂട് പടിയുന്നത് അയാൾ അറിഞ്ഞു. വീട്ടിലേക്കുള്ള വളവ് തിരിയാതെ സുമോദ് നേരെ മുന്നിലേക്ക് നടന്നു. 100 വാര മുന്നിൽ ബാർ ബോർഡ്. അത് വിശ്വസിക്കാതെ അവനെ കണ്ണു ചിമ്മിച്ചു നോക്കി. ചുവന്ന വെട്ടത്തിന് കീഴെ ഇരുന്ന് കയ്യിലെ ഫോണിലേക്ക് നോക്കി. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു അവാർഡ് സിനിമ പോലെ ഇഴഞ്ഞുകൊണ്ടിരുന്ന ജീവിതത്തിന്
ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ വേഗം കൈവന്ന കഴിഞ്ഞ 5 വർഷക്കാലം 50ഓളം കുഞ്ഞു വീഡിയോകളായി ഗാലറി നിറഞ്ഞിരുന്നു. ടിക്ടോക്ക് വീഡിയോകൾ അവൾക്കൊപ്പം രാത്രികളിലിരുന്ന് കണ്ടതും ഒരു വീഡിയോ ഞാനും ചെയ്തോട്ടെ സുമോദേട്ടാ എന്ന തണുത്ത ചോദ്യത്തിന് മുന്നിൽ കറങ്ങി വീണു പോയതും ഓർത്ത് അവൻ മൂക്ക് ചറച്ചു. ടിക്ടോക്കിൽ സ്കൂൾ കുട്ടിയായും 80 തികഞ്ഞ മുത്തശ്ശിയായും മീശ വെച്ച് വീരപ്പനായും അമ്പിളി തകർത്താടുന്നതനുസരിച്ച് സംഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സുമോദിന്റെ ഉള്ളിലും തെളിഞ്ഞുകൊണ്ടിരുന്നു. അഭിനയത്തിന്റെ അംഗീകാരം എന്ന നിലയിൽ കിട്ടുന്ന ഹാർട്ടുകളും പ്രോത്സാഹന വർഷങ്ങളും കമന്റുകളും ഒക്കെ ചേർന്ന് അവളെ മുഴുവൻ സമയ ടിക്ടോക്ക് പ്രവർത്തകയാക്കി മാറ്റി. ഉണ്ണാനും ഉറങ്ങാനും മറന്നാലും ഫോൺ താഴെ വയ്ക്കാതായി. ഇടയ്ക്ക് ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിക്കാൻ പോകുന്നതറിഞ്ഞ് അതിൻ്റെ സംരക്ഷണ സമിതിക്കും നേതൃത്വം കൊടുത്തു. അമ്മയുൾപ്പെടെ ടിക്ടോക്ക് സമരം അഭിനയം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട എല്ലാവരെയും ആത്മഹത്യ എന്ന ഒറ്റ ചോദ്യത്തിന് മേൽ കുരുക്കി ശ്വാസം മുട്ടിച്ചപ്പോൾ ലൈബീരിയയിൽ ലീമ ബോവിയും സംഘവും പയറ്റിത്തെളിഞ്ഞ കിടപ്പറ സമരത്തിലാണ് സുമോദിനെ വളർത്തിയടിച്ചത്. 1 മില്യൺ ഫാൻസ് ആയതു മുതൽ പലതും പറഞ്ഞ് അമ്പിളി ലൈവിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 12ാം ക്ലാസ് തോറ്റോ ജയിച്ചോ എന്നുപോലും അറിയാത്ത തൻ്റെ ഭാര്യ തികച്ചും ആധികാരികമായി സ്ത്രീ നവോത്ഥാനത്തെ പറ്റിയും ആൾക്കൂട്ട കൊലപാതകങ്ങളെ പറ്റിയുമൊക്കെ സംസാരിക്കുന്നത് കേട്ട് അതിശയപ്പെടാൻ പോലും സുമോദിനെ കൊണ്ട് കഴിഞ്ഞില്ല. അവളുടെ ലൈവുകളിൽ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും തെറി കമന്റുകളിട്ട് ആട്ടുവാങ്ങിയവരെല്ലാം പരസ്യമായി നാട്ടിൽ പ്രശ്നമഴിച്ചുവിടാൻ ശ്രമങ്ങൾ തുടർന്നു. അമ്പിളി ഒന്നും പതറിയില്ലെന്ന് മാത്രമല്ല, ചുട്ട മറുപടികൾ കൊണ്ട് പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരുന്നു. ജിമ്മന്മാരുടെയും താടിക്കാടന്മാരുടെയും കൂടെ ഡിബേറ്റ് ചെയ്തു. വെളുത്തു തുറുത്ത ഒരുത്തനൊപ്പം മായാനദിയിലെ കിടപ്പറസി, ആടുതോമയുടെ വേഷമിട്ടവനോട് ചേർന്ന് സ്ഫടികത്തിലെ ഏഴിമലപ്പാട്ട്. അങ്ങനെ അമ്പിളിയുടെ ശരീരഭാഗങ്ങളും എത്തിയൊളിഞ്ഞ് ക്യാമറകളിലേക്ക് നോക്കാൻ തുടങ്ങി. പണി സൈറ്റിലെ ഇടവേളകളിൽ അസഫ്യം കലർന്ന ചർച്ചയിൽ അമ്പിളിയും അജണ്ടയായി. സുമോദിന്റെ ഉള്ള് തീച്ചൂള പോലെ എരിഞ്ഞു. ഐസ് കട്ടകൾ അതിലേക്ക് എരിഞ്ഞിറങ്ങി. പകൽ PSC കോച്ചിങ്ങിന്റെ മറവിൽ സർക്കിട്ട്, രാത്രി നിർത്താതെയുള്ള ഫോൺ വിളി. ഇതൊക്കെയാണ് തൻ്റെ ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് തോന്നൽ അവനിൽ ശക്തിപ്പെടുത്തിയത്. അങ്ങനെ ഒരു ജാരനുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. പക്ഷെ അതിനെ ഈ പൊട്ട ഫോൺ കൊണ്ട് നടക്കില്ലെന്നുറപ്പിച്ചാണ് കത്തിക്കയറുന്ന പെട്രോൾ വിലയിലും ആശ്വാസമായിരുന്ന ഒരു സ്പ്ലെൻഡർ ബൈക്ക് കഴിഞ്ഞ ആഴ്ച വിറ്റതും ഒരു സെക്കൻഡ് ഹാൻഡ് ടച്ച് ഫോൺ സംഘടിപ്പിച്ചതും. അപ്പോൾ ടിക്ടോക്ക് നിരോധിച്ചു എന്നാ അവിടം കൊണ്ടെങ്കിലും തീരുമെന്ന് കരുതി. അപ്പോൾ അതിലെ എല്ലാ പ്രതിഭകളെയും പൊക്കിയെടുത്ത് ചേർത്ത് കുറിച്ച് ഒരു സിനിമ പിടിക്കാൻ കുറേ എണ്ണം ഇറങ്ങിയിരിക്കുന്നു. അവനവിടെ ഇരുന്ന് മണിക്കൂറുകളോളം പൊട്ടിക്കരഞ്ഞു. പിന്നെ പ്രതീക്ഷകൾ മുഴുവൻ കുടിച്ചു തീർത്ത് ലഹരിയിൽ വെഞ്ചരിച്ച് ഇരുട്ടിനെ വകഞ്ഞു മാറ്റി വീട്ടിലേക്ക് നടന്നു. മഞ്ഞു മേലാവരണമിട്ട കിടപ്പറയ്ക്കുള്ളിലെ വായുവിന് വീര്യം കൂടുന്നറിഞ്ഞിട്ടും പാതിരാത്രിയിലെ തൻ്റെ പതിവ് FB ലൈവിന് മുന്നിൽ നിന്നും അമ്പിളി എഴുന്നേറ്റില്ല. എങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ പതിവില്ലായ്മയുടെ കാരണമറിഞ്ഞ് അമ്പിളിയുടെ പ്രഭ കെട്ടു. കൂടുതലൊന്നും ചിന്തിക്കാൻ ഇടകൊടുക്കാതെ കയ്യിലൊളിപ്പിച്ചു വെച്ചിരുന്ന ബിയർ കുപ്പി സുമോദവളുടെ തലയിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ മേശമേൽ ചാരി വെച്ചിരുന്ന ഫോണിലെ ലൈവിലേക്ക് നോക്കി പല്ലിളിച്ചു. ഇത് നമ്മൾ ടിക്ടോക്കിന് വേണ്ടി ചെയ്തതാണേ അല്ലേടി അമ്പിളി? ശ്വാസം പോലും പുറത്തേക്ക് വിടാതെയുള്ള അമ്പിളിയുടെ ഒടുക്കത്തെ അഭിനയത്തിന് കണ്ടമാനം ലൈക്കും ഷെയറും. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം കഥോത്സവത്തിൽ ആർദ്ര KSന്റെ കഥ കേൾക്കാം. കഥയുടെ പേര് ഓരിയിടലിന്റെ തത്വശാസ്ത്രം. ആദ്യത്തെ ഓരിയിടലിനെ പറ്റി. രാത്രി 9 മണിയോടെ തുടങ്ങിയ വാവിടൽ വീടും തൊടിയും കടന്ന് അയലോക്കം ചാടി മേൽപ്പാടത്തെ വെള്ളാച്ചിയുടെ ചെവിയിലെത്താൻ ഒട്ടു നേരമെടുത്തില്ല. അതിനു മുൻപ് തന്നെ ജാക്കി അത് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ജാക്കിയുടെ കന്നി ഓരിയിടലിൻ്റെ ഒച്ചയിൽ വെള്ളാച്ചിയുടെ ഉറക്കം ഞെട്ടിയിരുന്നു. വയസ്സാങ്കാലമായാൽ ഉറക്കം കുംഭത്തിലെ ഉറവ പോലെയാണ്. അരിച്ചിറങ്ങി വരാൻ ഒരു നേരമെടുക്കും. ഓരിയിടലിന് തുടർച്ചയെന്നോണം കേട്ട അതിഗാഠമായൊരു വാവിടലിൽ വെള്ളാച്ചി പുതപ്പ് മാറ്റി എണീറ്റു. ആരാന്നും എന്താന്നും മനസ്സിലായില്ല. അറിയണമെന്ന് വെച്ചാൽ തന്നെ ആണുങ്ങളില്ലാത്ത വീട്ടിൽ ഇരുട്ടിയാൽ വാതിലും തുറന്ന് പുറത്തു കടക്കണത് ശരിയാവില്ലെന്ന് തോന്നിക്കാണും. മനസ്സില്ലാ മനസ്സോടെ അകത്തിരുന്നു. ജാക്കിയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയെപ്പറ്റി ആലോചിച്ചു. പൊന്നുമൂത്താശാരി 97-ൽ തേക്കിൻ്റെ കാതലുകൊണ്ട് പണിത കൂട്ടിലെ 4ാമത്തെ അന്തേവാസിയും ഓരിയിട്ട് പച്ചക്കൊടി കാട്ടി ഓടിപ്പോകുന്നതുപോലെ വെള്ളാച്ചിക്ക് തോന്നി. ഓരിയിടാൻ അറിയാത്ത പട്ടിയെ തന്നെ വാങ്ങണമെന്നുറപ്പിച്ചാണ് 2.5 കൊല്ലം മുൻപ് ജാക്കിയെ വാങ്ങിയത്. 97-ൽ വാങ്ങിയ ചിന്നു
99 പകരക്കാരിയായി വന്ന പോണി 2000 വൃശ്ചികവും ധനുവും കഴിയുന്നതിന് മുമ്പേ കൊടുങ്കാറ്റിൽ കൂടിൻ്റെ ഓട് പൊട്ടി വീണപ്പോൾ പേടിച്ചരണ്ട് ഓരിയിട്ടു പോയ പാവം ഡോണ. അതും കഴിഞ്ഞു വന്ന ജാക്കി 3-ാം കൊല്ലത്തേക്ക് കടന്നപ്പോൾ ഇവൻ തന്നെ എന്ന് ഉറപ്പിച്ചത് വിഡ്ഢിത്തരമായി എന്ന് വെള്ളാച്ചി ഓർത്തു. പക്ഷേ ഇപ്പോഴിതാ അവൻ തൽസ്വരൂപം പുറത്തെടുത്തിരിക്കുന്നു. അടുത്തതിനു വേണ്ടിയുള്ള തിരച്ചിൽ മനസ്സിൽ കുറിച്ചിട്ട് ജനൽ തുറന്ന് ടോർച്ചടിച്ചു നോക്കി. ജാക്കി കൂട്ടിൽ പരുങ്ങി നിൽക്കുന്നു. ജാക്കിയുടെ ഓരിയിടലിൻ്റെ ഒച്ചയെടുങ്ങുന്നിടത്തുനിന്നാണ് തൊണ്ട കീറിയ മറ്റൊരൊച്ച കേട്ടത്. വെള്ളാച്ചി ടോർച്ചടിച്ച് കൂട്ടിലേക്ക് ഒന്നുകൂടെ നോക്കി. കൂട്ടിൽ നിന്നല്ലെന്നുറപ്പിച്ചു. 2 അല്ല 4 കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങി. ഹാളിലെ ക്ലോക്കിൽ റോസും നീലയും നിറമുള്ള ലവ് ബേർഡ്സ് അടുത്തു വന്ന് വട്ടത്തിൽ കറങ്ങി പാട്ടുപാടി തിരിച്ചുപോയി. സൂചി 10ലേക്ക് കടന്നു. 2ാമത് ഓരിയിട്ടത് ജാക്കിയല്ല, അതൊരു പെണ്ണിൻ്റെ ഒച്ചയാണെന്ന് തോന്നി. ഒച്ചയല്ല, വാവിടൽ. ചീവീടുകളുടെ കരച്ചിലും കയർത്ത് ചെവിയിലേക്ക് ഡ്രില്ല് കയറ്റി കടന്നു കയറി. വാവിടലിനെ പറ്റി. വാവിടലെന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത ഒച്ചയായിരുന്നു. കിഴക്കേ അതിര് മുതൽ പടിഞ്ഞാറേ അതിര് വരെ അത് പ്രകാശവേഗത്തിൽ പരന്നു. പരത്തിപ്പറമ്പിലാരും അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. എന്തിനധികം സിനിമയിൽ പോലും ഇത്രയും ഒച്ചയുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. വെള്ളാച്ചി മാത്രമല്ല, നാട്ടിലെ എല്ലാ അയമ്മമാരും വീട്ടുകാരുമൊക്കെ അത് കേട്ട് അന്തം വിട്ടു. പാതിര മുതൽ പുലർച്ച വരെ പരത്തിപ്പറമ്പിൽ അങ്ങിങ്ങായി ബൾബുകൾ കത്തി. ആണുങ്ങൾ പുറത്തിറങ്ങി കാര്യം തിരക്കി. അടുത്ത വീടുകളിൽ ലാൻഡ് ഫോണുകൾ കിർണിങ്ങടിച്ചു. വെള്ളാച്ചി കിടക്കയിലേക്ക് ചെരിഞ്ഞ് കാതോർത്തു. വീട് കഴിഞ്ഞ് 10 അടി നടന്നാൽ 27 കോലിൻ്റെ ഒരു കിണറാണ്. അത് കഴിഞ്ഞ് 50 സെൻറ്റോളം വരുന്ന വാഴത്തോട്ടം. തോട്ടം കഴിഞ്ഞാൽ പഴയ കണ്ടങ്ങളാണ്. നെല്ല് മാറി പുല്ല് വിളയുന്ന കണ്ടങ്ങൾ. അതിൻ്റെ ഓരത്താണ് മഴക്കാലത്ത് മാത്രം നിറയുന്ന കുളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കുളവും കടന്ന് നേരിയടവഴിയിൽ നിന്ന് എവിടെ നിന്നോ ആണ് ഒച്ച വരുന്നതെന്ന് തോന്നി. ഒരു ഉച്ചഭാഷിണിയുടെ കുഴലിലെന്ന പോലെ വാവിട്ട ഒച്ച നേരിയട വഴിയിലൂടെ ആവൃത്തി കൂട്ടി കണ്ടം മുറിച്ചു കടന്ന് ഉറക്കം പിടിച്ച സകലമാനരെയും എണീപ്പിച്ചു. ജാക്കി ഓരിയിടൽ നിർത്തി കൂട്ടിൽ ഒതുങ്ങിക്കിടപ്പായി. ഗത്യന്തരമില്ലാത്ത ഒച്ചയുടെ ഉറവിടം തേടിയിറങ്ങിയവരാണ് വിവരം വാർത്തയാക്കിയത്. അതിഗാഠമായ അന്തമില്ലാത്ത വാവിടലിൻ്റെ കേന്ദ്രം കുഞ്ചുന നായരുടെ പുതിയ പെണ്ണിൻ്റെ തൊണ്ടയായിരുന്നു. കറുവാച്ചിയുടെ. അവൾ നിലത്ത് കിടന്ന് മോങ്ങുകയായിരുന്നു. അല്ല, വാവിട്ടലറി വിളിക്കുകയായിരുന്നു. വായ്ക്ക് ചെണ്ടവട്ടം. മൂക്കിൽ നിന്ന് ജലദോഷത്തിൻ്റെ അസ്കിതയില്ലാത്ത വെളുത്ത കുറുകിയത് ഒഴുകിയൊലിക്കുന്നു. അപ്പൂപ്പൻ താടി പോലെ അവളുടെ മുടിയിഴകൾ തലങ്ങും വിലങ്ങും പറക്കുന്നു. മൂക്കു ചീറ്റുന്നു, കരഞ്ഞ അലമുറ കൂട്ടുന്നു. കറുവാച്ചി വെളിച്ചപ്പാടുറയുന്നത് പോലെ ഇളകി മറിഞ്ഞു. കറുവാച്ചിയുടെ ഉള്ളിലുറഞ്ഞ ഡപ്പാങ്കൂത്തിൽ പീപ്പിയും പറയും കൊട്ടിമറിഞ്ഞു. എഴുന്നേറ്റ് നിന്ന് തുള്ളി. ഒരു പെണ്ണ് ഭർത്തൃനഷ്ടത്തിൽ നാണമില്ലാത്തവളായിരിക്കുന്നു. വട്ടം കൂടിയവരൊക്കെ അന്തം വിട്ടു നിന്നു. വന്നവരോടും പോയവരോടും കൂവി വിളിച്ച് സങ്കടം പറയുന്നു. തൊണ്ടയിൽ ഊറുന്ന കഫം നീട്ടിത്തുപ്പുന്നു. അതങ്ങനെ പല ക്രമത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ 6 മണിയായതോടെ കറുവാച്ചിയുടെ വീട്ടിൽ ആളുകൾ ക്യൂ നിന്നു. ഇങ്ങനെ ഒരു വ്യസനം കണ്ടിട്ടില്ല. 97-ൽ കുഞ്ചുനായർ റെയിൽവേയിൽ പണിയിൽ നിന്ന് വിരമിച്ച് ഒലവക്കോട്ടെ പാലക്കാട് സ്റ്റേഷനിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. നാട്ടിൽ ബസ്സിറങ്ങിയപ്പോൾ തന്നെ പരത്തിപ്പറമ്പിൽ അതൊരു വാർത്തയായി. വാർത്തയും വിശേഷവും കഥയുമായി. രേഖയിൽ 40 കാണുമെങ്കിലും കാഴ്ചയിൽ അത്ര തോന്നാത്ത കറുവാച്ചി. ചുവന്ന ഷിഫോൺ സാരി, തലയിൽ പിച്ചകവും മുല്ലയും ചേർത്ത് കെട്ടിയ മാല, കഴുത്തിൽ സ്വർണത്തിൻ്റെ ഇരട്ടി നിറം പൂശിയ ചരട്, കയ്യിലൊരു ബാഗ്. മംഗലാപുരം കോയമ്പത്തൂർ ഇൻഡസ്ട്രിയുടെയും ഷൊർണൂർ കോയമ്പത്തൂർ ലോക്കലിൻ്റെയും മണം. നാട്ടുകാരായ നാട്ടുകാരൊക്കെ വെള്ളാച്ചിയുടെ ഗതിയോർത്ത് പരിതപിച്ചു. പതിവ് തെറ്റിക്കാതെ എല്ലാ മാസത്തെയും പാതിയിലധികം ശമ്പളവും 2 മാസം കൂടുമ്പോഴുള്ള വരവും ആഴ്ചയിലൊരിക്കലുള്ള ഫോൺ വിളിയും കൊണ്ട് തൃപ്തജീവിതം നയിക്കുകയായിരുന്ന വെള്ളാച്ചിയും ഇങ്ങനെയൊന്നും മനസ്സിൽ കണ്ടിരിക്കില്ല. കുഞ്ചുനായരാണ് മേൽപ്പാടത്ത് വെളുത്തടത്തിയെ വെള്ളാച്ചിയാക്കിയത്. സ്നേഹത്തോട് ആരോപിക്കപ്പെട്ട പേര് വെള്ളാച്ചിയും ഏറ്റെടുത്തു. അങ്ങനെയാണ് കുഞ്ചുനായരുടെ ഭാര്യ വെള്ളാച്ചി ഉണ്ടാകുന്നത്. കുഞ്ചുനായർ ഒരു സ്ത്രീലമ്പടനാണെന്നും കൂടെ പോന്നവളൊരു അശ്രീകരമാണെന്നും പലരും പറഞ്ഞുവെങ്കിലും വെള്ളാച്ചി കുഞ്ചുനായരെ പറ്റി ഒരക്ഷരം മിണ്ടിയില്ല, കരഞ്ഞില്ല. 30 വർഷം നീണ്ട ദാമ്പത്യ. വെള്ള സാരി ഉടുത്ത് വൈധവ്യം ഏറ്റെടുത്തില്ല. പക്ഷേ കഥകടച്ചു. കുഞ്ചുനായർ പെട്ടിയുമായി വന്നപ്പോൾ ഇടം വലം നോക്കാതെ തഴുതിട്ട് കഥകടച്ചു. അതിൽ പിന്നെ കുഞ്ചുനായരും അങ്ങോട്ട് വന്നില്ല.
വെള്ളാച്ചിയുടെ വീടും തൊടിയും കടന്ന് പാടത്തിൻ്റെ ഓരത്തെ വെള്ളമില്ലാത്ത പൊട്ടക്കുളം കടന്ന് നേരിയട വഴി അവസാനിക്കുന്നിടത്ത് ഭാഗത്തിൽ കിട്ടിയ പഴയ തറവാടിൻ്റെ വാതിൽ പൊളിച്ച് താമസം തുടങ്ങി. പിന്നൊരിക്കൽ വെള്ളാച്ചി തന്നെ തൊടിയിറങ്ങി മുട്ടപ്പും പുല്ലുപൊങ്ങിയ കണ്ടവും എണ്ണപ്പാട കിട്ടിയ പൊട്ടക്കുളവും കടന്ന് നേരിയട വഴിയിൽ നിന്ന് കുഞ്ചുനായരുടെ പുതിയ വീട്ടിൽ പഴയ തറവാടിൻ്റെ ആധാരം കൊണ്ടുപോയി കൊടുത്തു. അന്നാണ് വെള്ളാച്ചി ആദ്യമായും അവസാനമായും കറുവാച്ചിയെ കാണുന്നത്. അതിൽ പിന്നെ വെള്ളാച്ചി തനിക്ക് ഭാഗം കിട്ടിയ പാടവും പറമ്പും വിറ്റ് പണം ബാങ്കിലിട്ടു. ദുഃഖത്തിൽ പങ്കുചേരാൻ വന്ന നാട്ടുകാരെ നിശബ്ദമായി നേരിട്ടു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നായപ്രിയനായ വക്കീൽ വാസുവാരെ വിളിച്ച് വെള്ളാച്ചി ഓരിയിടാത്ത നായയെ ഉടനെ എത്തിക്കാൻ ആവശ്യപ്പെട്ടത്. രാത്രി കിടന്നുറങ്ങിയാലും വേണ്ടില്ല, പക്ഷേ ഓരിയിടരുത്. ഓരിയിടുന്ന പട്ടികൾക്ക് കാടാണ് നല്ലത്. അപരിഷ്കൃതരായി കുറുക്കന്മാർക്കും കുരങ്ങന്മാർക്കുമൊപ്പം കഴിയാം. നാടായാൽ ചില നാട്ടുനടപ്പുകളൊക്കെയുണ്ട്. ഇക്കണ്ട കാലമൊക്കെ കഴിഞ്ഞിട്ടും അതൊന്നും പഠിച്ചില്ലെങ്കിൽ വീടിന് പുറത്ത് എന്നാണ് വെള്ളാച്ചിയുടെ കൂട്ടം. പൊന്നുമൂത്താശാരിയെ വിളിച്ച് പിന്നാമ്പുറത്തെ തേക്ക് വെട്ടി ഉമ്മറത്ത് ഒന്നാന്തരം ഒരു പട്ടിക്കൂട് ഉണ്ടാക്കാനുള്ള പദ്ധതി റെഡിയാക്കി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. വക്കീൽ വാസുവാര് ഓരിയിടാത്ത ജനുസിനെ തിരഞ്ഞു നടന്ന് മഴയ്ക്ക് മുൻപ് തന്നെ ചിന്നുവിനെ വീട്ടിലെത്തിച്ചു കൊടുത്തു. കാര്യം ഉഷാറായിരുന്നു. കുരയ്ക്കും ഉറങ്ങും കഴിക്കും, പക്ഷേ ഓരിയിടില്ല. വർഷം 2 കഴിഞ്ഞപ്പോൾ ചിന്നു ആത്മാവിനുള്ളിൽ നിന്ന് ആ ഒച്ച പുറപ്പെടുവിച്ചു. ആ ഓരിയിടലിൽ വെള്ളാച്ചി ഉണരുകയും അടുത്ത പകൽ ചിന്നുവിനെ വക്കീൽ വാസുവാര് വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ചിന്നുവിന് പിറകെ പോണിയും ജാക്കിയും വന്നും പോയി. കൂടും കൂട്ടും വന്നയെന്നു മുതൽ കുഞ്ചുനായരെ വെള്ളാച്ചി പകൽ വെളിച്ചത്തിൽ കണ്ടിട്ടില്ല. അഥവാ കണ്ടാൽ തന്നെ നിർവികാരമായി ഒന്ന് നോക്കും. പക്ഷേ അന്നു മുതൽ കേസരിയിൽ നിന്ന് അണ്ടത്തിലേക്ക് പിച്ചകപ്പൂമണം നേരിയട വഴിയിലൂടെ രാത്രികളിൽ ഒഴുകി നടക്കാൻ തുടങ്ങി. കുഞ്ചുനായരുടെ രാത്രി നടത്തം രഹസ്യമായി പിച്ചകപ്പൂമണം പരത്തി. കുഞ്ചുനായരുടെ അതീവ രഹസ്യമായ മുടക്കില്ലാത്ത രാത്രി സഞ്ചാരം അങ്ങനെയാണ് തുടങ്ങിയത്. സന്ധ്യ മയങ്ങി ഇരുട്ട് പിടിച്ചാൽ പാലും കോറയും ചേർത്ത് വരകിയ കുറുക്ക് വായ പരന്ന പാത്രത്തിലാക്കി വലത് കൈയിലെടുക്കും. ഏത് ദുഷിച്ച മണത്തെയും മായ്ക്കുന്ന പിച്ചകപ്പൂ പറിച്ച് പോക്കറ്റിലിടും. ഇടത് കൈയിൽ കനത്തിനൊരു വടിയും പിടിക്കും. ഇത്രയുമായാൽ കുഞ്ചുനായർ നടത്തം തുടങ്ങും. നേരിയട വഴി കടന്ന് പൊട്ടക്കുളവും കണ്ടവും ചാടി തൊടിയും കിണറും താണ്ടി വെള്ളാച്ചിയുടെ വീടെത്തും. മുറിയുടെ തുറന്നിട്ട ജനലിൽ സുഗന്ധിയായ പിച്ചകപ്പൂ വയ്ക്കും. പിന്നെ മെല്ലെ ഉമ്മറത്തേക്ക് നടന്ന് കുറുക്കിൻ്റെ പാത്രം കൂട്ടിലേക്ക് വെച്ചു കൊടുക്കും. കൂട്ടിലെ മാറി വരുന്ന നാൽക്കാലികൾ അത് നക്കി തുടയ്ക്കും. കുഞ്ചുനായർ ഏറ്റവും കൂടുതൽ കുറുക്ക് കൊടുത്തത് ജാക്കിക്കാണ്. 2 വർഷത്തോളം അവൻ പാലും കോറയും വരകിയത് കുഞ്ചുനായരിൽ നിന്നും വാങ്ങിക്കുടിച്ചു. ഏതിരുട്ടിലും ജാക്കി തിളങ്ങുന്ന കണ്ണുകൾ അടച്ചു തുറന്ന് ഒച്ചയുണ്ടാക്കാതെ അത് സ്വീകരിക്കുകയും കുഞ്ചുനായരെ യാത്രയാക്കുകയും ചെയ്തു. മരിക്കുന്നതിന് തലേന്നും അതിന് മുടക്കം വന്നിട്ടില്ല. ഒടുവിലത്തെ ഓരിയിടലിനെ പറ്റി മെമ്പർ സുകുവേട്ടൻ കറുവാച്ചിയുടെ അടുത്ത് വന്ന് അടക്കിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ വെള്ളാച്ചിയോട് ചോദിക്കാൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി. പൊട്ടക്കുളവും നേരിയട വഴിയും കടന്ന് വെള്ളാച്ചിയുടെ വീട്ടിലേക്ക് കുഞ്ചുനായരുടെ ജീവനില്ലാത്ത ഉടൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നതും നോക്കി ഡപ്പാൻ കൂത്തിനോട് ചോട് പിടിച്ച് കറുവാച്ചി കുഞ്ചുനായരെ യാത്രയാക്കി. വെള്ളാച്ചിയുടെ ഭർത്താവ് കുഞ്ചുനായർ സ്വന്തം തൊടിയിൽ വീടിൻ്റെ തെക്കോറത്ത് സമാധിയായി. സന്ധ്യയ്ക്ക് അവിടെ വിളക്ക് തെളിഞ്ഞു. ജാക്കി നിശബ്ദനായി കൂട്ടിൽ കിടന്നു. സന്ധ്യ മയങ്ങി ഇരുട്ടായപ്പോൾ കറുവാച്ചി പാലും കോറയും ചേർത്ത് കുറുക്ക് വരകി വായ പരന്ന പിച്ചള പാത്രത്തിലാക്കി ഊതി തണുപ്പിച്ച് കുറച്ചകത്താക്കി. വലത് കൈയിൽ കുറുക്കും ഇടത് കൈയിൽ ഉമ്മറത്തൂന്ന് പറിച്ച് പിച്ചകവും പിടിച്ച് നേരിയട വഴി കടന്ന് പൊട്ടക്കുളവും കണ്ടവും താണ്ടി തൊടിയും കിണറും കടന്ന് വെള്ളാച്ചിയുടെ വീട്ടിലെത്തി. തുറന്നു കിടക്കുന്ന ജനലിൽ മണമുള്ള പിച്ചകപ്പൂ വച്ചു. ജനലോരം വെച്ച് താക്കോലെടുത്തു. മെല്ലെ ഉമ്മറത്തേക്ക് നടന്നു. കുറുക്കിൻ്റെ പാത്രം കൂട്ടിലേക്ക് വെച്ചു കൊടുത്തു. ഒച്ചപ്പെടാതെ കൂട് തുറന്നു. ജാക്കി ഒച്ചയുണ്ടാക്കാതെ കൂട്ടിൽ നിന്നിറങ്ങി. കറുവാച്ചിയുടെ കൈയും കാലും മാറി മാറി നക്കി തുടച്ചു. താക്കോൽ തിരികെ വെച്ച് ജാക്കിയെയും കയ്യിലെടുത്ത് കറുവാച്ചി വീട്ടിലേക്ക് നടന്നു. വെള്ളാച്ചി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനരികിലേക്ക് നടന്ന് പിച്ചകപ്പൂ കയ്യിലെടുത്ത് മണം പിടിച്ചു. ഇരുട്ടിൽ 4 കണ്ണുകൾ തിളങ്ങി. അന്ന് രാത്രി അവസാനമായി പരത്തിപ്പറമ്പുകാർ അതിഗാഠമായ മറ്റൊരു ഓരിയിടൽ കേട്ടു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം കഥോത്സവം ബിന്ദു പരിയാരത്ത് എഴുതി അവതരിപ്പിക്കുന്ന കഥ വൈറസ്. റേഡിയോ മലയാളം കഥോത്സവം
ബിന്ദു പരിയാപുരത്ത് എഴുതി അവതരിപ്പിക്കുന്ന കഥ വൈറസ്. സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള സാഹിത്യ മത്സരത്തിലെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ അഞ്ജന വർമ്മയെ സാഹിത് പുരസ്കാര സമിതി സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ പ്രസാദ് അമ്പലത്തറ ആദരവോടെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. കരഘോഷത്താൽ അഞ്ജന വർമ്മയുടെ സ്റ്റേജിലേക്കുള്ള ഓരോ ചുവടുവെപ്പുകളും അവളെ പരിസരബോധം മറന്നു ത്രസിപ്പിച്ചു. പുരസ്കാരം ഏറ്റുവാങ്ങിയ അഞ്ജന വർമ്മയുടെ മറുമൊഴിയിൽ പുരസ്കാര ലബ്ധി കൈവരിക്കാൻ തന്നെ ധാർമ്മികമായി പിന്തുണച്ച എല്ലാ സുമനസ്സുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചു. ചുറ്റിലും നിരവധി ക്യാമറ ഫ്ലാഷ് ലൈറ്റുകൾ മിന്നിമറഞ്ഞു. പുരസ്കാര സമർപ്പണ ചടങ്ങിനു പരിസമാപ്തിയായി. ആഹ്ലാദത്തോടൊപ്പം ഒട്ടൊരു സ്വകാര്യ അഹങ്കാരത്തോടെ ഫ്ലാറ്റിൽ തിരിച്ചെത്തിയ അഞ്ജന വർമ്മ കണ്ണാടിയിൽ തെളിഞ്ഞ തൻ്റെ പ്രതിബിംബത്തെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. തനിക്കിപ്പോൾ പൂർവാധികം സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടോ എന്നവൾ സംശയിക്കാതിരുന്നില്ല. സെറ്റിയിൽ ചാഞ്ഞിരുന്ന അവളുടെ ചിന്ത പുറകോട്ട് പോയി. നീണ്ട 1.5 വർഷത്തെ പരിശ്രമം അതാണിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ആലോചിക്കുമ്പോൾ സന്തോഷമടക്കാനാവാതെ അവൾ എഴുന്നേറ്റ് വീണ്ടും വീണ്ടും കണ്ണാടിയിൽ കണ്ണും നട്ട് തൻ്റെ പ്രതിരൂപത്തോട് സ്വയം സംസാരിച്ച് മതിമറന്നു നിന്നു. ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ച ആഹ്ലാദാരവം അവളിൽ അണപൊട്ടി. തന്നെ പുച്ഛിച്ചവരോടും പരിഹസിച്ചവരോടുമുള്ള മധുരപ്രതികാരം. പക്ഷേ ഇതിനുവേണ്ടി തനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് പ്രിയപ്പെട്ട മകളെയും അതിലുപരി ഭർത്താവിനെയുമായിരുന്നു. എന്നും കുത്തുവാക്കുകളും പരിഹാസവും നേരിട്ടപ്പോൾ അന്ന് സ്വയം തീരുമാനിക്കുകയായിരുന്നു, ഈ ലോകത്തോട് സ്വയം വിഹരിക്കാൻ എന്തു ത്യാഗവും സഹിച്ചും ഇങ്ങനെയൊരു പുരസ്കാര ലബ്ധി കയ്യെത്തിപ്പിടിക്കാൻ സമൂഹത്തിനു മുന്നിൽ അറിയപ്പെടുന്ന ഒരാളാവാൻ. ആഗ്രഹം സാധ്യമായിരിക്കുന്നു. സാഹിത്യത്തിന് പിന്നാലെയുള്ള തൻ്റെ ഈ ഓട്ടം പല സൗഹൃദങ്ങളെയും കൂട്ടിയിണക്കുന്നതിലും നിർണായകമായി തീർന്നു. എത്രയോ നല്ല സുഹൃത്തുക്കൾ, ഒരാൾ പോലും നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരവും കിട്ടിയിട്ടില്ല. കേവലം നഷ്ടസ്വപ്നം മാത്രമായിരുന്നു. തനിക്കിനി വേറൊന്നും വേണ്ട. പത്രദൃശ്യ മാധ്യമങ്ങളിലും വാർത്തയും പുരസ്കാരദാന ദൃശ്യങ്ങളും വരും. ഇതിലും വലിയ സ്വപ്ന സായുജ്യം വേറെയുണ്ടോ? അവൾ ആ പുരസ്കാരം വീണ്ടും കയ്യിലെടുത്ത് തുരുതുരെ മുത്തമിട്ടു മാറോട് ചേർത്ത് പിടിച്ചു. പിന്നെ ഫോൺ എടുത്തു തുറന്നു നോക്കി. ഒരുപാട് പേർ മെസ്സേജ് അയച്ചിരിക്കുന്നു. അഭിനന്ദന പ്രവാഹം തന്നെ. മറ്റാരേക്കാളും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മനസമാധാനം നൽകിയ ഫോണ്. ഫോട്ടോകൾ നോക്കി നല്ല പോസിലുള്ള ഒരൊറ്റ ഫോട്ടോയും കാണുന്നില്ലല്ലോ. അവൾ ഓരോന്നും വലുതാക്കി നോക്കി. തൃപ്തിയാകാതെ സംഘാടകരെ വിളിച്ച് നല്ല ഫോട്ടോകൾ അയച്ചു തരാൻ ആവശ്യപ്പെട്ടു. ക്ഷീണിതയായ അവൾ സെറ്റിയിൽ ചാഞ്ഞു. ഉറക്കത്തിലേക്ക് പതിയെ വഴുതു വീണു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. പെട്ടെന്ന് കോളിംഗ് ബെൽ ശബ്ദം കേട്ടവൾ ഞെട്ടിയുണർന്നു. ക്ലോക്കിലേക്ക് കണ്ണയച്ചു. സമയം 11 മണി. ആരാവും ഈ അസമയത്ത്? അവൾ സംശയത്തോടെ വാതിൽ തുറന്നു. പുരസ്കാര സമിതിയിലെ പ്രസാദ് സാറും ബൈജു മാഷും. അല്ല, ഇതാരാ? എന്താ സാർ ഈ നേരത്ത്? മാഡം, ഫോട്ടോയുടെ കാര്യം പറഞ്ഞ് വിളിച്ചിരുന്നല്ലോ അല്ലേ? ആ ഉവ്. മറുപടിക്ക് പിന്നാലെ അവർ ഉള്ളിൽ കയറി കതക് അടച്ചു. ടീച്ചറെ, കുറച്ച് വെള്ളവും 3 ഗ്ലാസും ഇങ്ങെടുക്കൂ. പറഞ്ഞതിനു പിന്നാലെ അവർ ബാഗിൽ നിന്നും കുപ്പിയെടുത്തു മേശമേൽ വെച്ചു. അയ്യോ, എന്താ ഇത്? ദേ, നിങ്ങൾ പോണം. ഈ പരിപാടിയൊന്നും ഇവിടെ പറ്റില്ല. അങ്ങനെ പറയരുത് മാഡം. നിങ്ങളല്ലേ പറഞ്ഞത് പുരസ്കാരം തനിക്കാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്? വെറുതെയാണോ ടീച്ചറെ? നേരിൽ കണ്ട അന്ന് തൊട്ട് എൻ്റെ മനസമാധാനം നഷ്ടപ്പെടുത്തിയ അതീവ സുന്ദരിയാണ് നിങ്ങൾ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തിരുന്നത്. വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടാനൊരുങ്ങിയ അഞ്ജന വർമ്മയെ അവരുടെ കൈകൾ ഫലമായി തടഞ്ഞു നിർത്തി. അതിരാവിലെ ഫോൺ തുടരെ റിങ് ചെയ്തപ്പോഴാണ് മനു ഈർഷ്യയോടെ കണ്ണു തുറന്നത്. നോക്കിയപ്പോൾ സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഐസക്കാണ് മറുവശത്ത്. മനു, എന്താ ഡോക്ടർ പതിവില്ലാതെ ഇത്ര കാലത്ത്? നീ അത്യാവശ്യമായി സിറ്റി ഹോസ്പിറ്റലിലേക്കൊന്ന് വരണം.
കാര്യങ്ങൾ നേരിട്ട് പറയാം. ഐസക് അങ്ങനെ വിളിക്കാറില്ലല്ലോ. കൂട്ടുകാരനാണെങ്കിലും തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറില്ല. ഇതിപ്പോ എന്തെങ്കിലും അത്യാവശ്യം കാണും. മകളെയും കൂട്ടി കാർ എടുത്ത് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. ഡോക്ടർ ഐസക്കിന് അഭിമുഖമായി ഇരുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അഞ്ജന ICUവിൽ അഡ്മിറ്റാണ്. റേപ്പ് അറ്റംപ്റ്റ് ആണ്. ഡ്രൈവറാണ് കൊണ്ടുവന്നത്. നിലവിൽ പേടിക്കാനൊന്നുമില്ല. ഹോസ്പിറ്റൽ പ്രൈവറ്റ് ആയതുകൊണ്ട് 1 ലക്ഷം രൂപ ബില്ലാവും. തീരുമാനിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. മനു ആലോചിച്ച് ഒരു മറുപടി പറയൂ. ഹൃദയം പൊട്ടുന്ന വേദനയ്ക്കിടയിലും അയാൾ പറഞ്ഞു, ഡോക്ടർ, നമ്മളല്ലാതെ മറ്റാരും ഇനി ഇത് അറിയരുത്. മോളുടെ ഭാവി. എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ചു നിന്നു. 7 ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം തിരികെ വീട്ടിലെത്തി. തെല്ലൊരാശ്വാസത്തോടെ സെറ്റിയിൽ ചാരിയിരിക്കുമ്പോൾ ചുമരിൽ തൂക്കിയ പ്രശസ്തി പത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു. 5000 രൂപയും മൊമൻറ്റോയും. പോക്കറ്റിൽ നിന്നും ബില്ലെടുത്ത് മേശവലിപ്പിനുള്ളിൽ ഭദ്രമായി വെച്ചതിനു ശേഷം ഗുളികയെടുത്തു കൊടുക്കുവാനായി എഴുന്നേറ്റ മനുവിനോട് മോള് ചോദിച്ചു, അച്ഛാ, എന്താ അമ്മയ്ക്ക് പറ്റിയത്? അമ്മയ്ക്ക് എന്താണ് അസുഖം? അത് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിയ മനു മോളെ നെഞ്ചോട് ചേർത്തു പിടിച്ച് തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അതൊരു തരം വൈറസ് അമ്മയുടെ ദേഹത്ത് കയറിക്കൂടിയതായിരുന്നു. ഇപ്പോ മുഴുവനും ഭേദമായി. മോള് സങ്കടപ്പെടണ്ടാട്ടോ. അതു കേട്ട അഞ്ജന കുറ്റബോധത്താൽ കൈകൾ കൊണ്ട് മുഖം പൊത്തി. മനു തുറന്നിട്ട ജാലകപ്പഴുതിലൂടെ അലക്ഷ്യമായി ആകാശത്തേക്ക് മിഴി നട്ടു. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.